ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ നാസ് ആയത്ത് നമ്പർ 5. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. സദഖല്ലാഹുൽ അദീം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അള്ളാഹുവിനോട് നാം അഭയം തേടുകയായിരുന്നു. നിരന്തരം വന്ന് മറയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന് നാം അള്ളാഹുവിനോട് അഭയം തേടി. ആ ദുർബോധകൻ അവനവന്റെ മുഖ്യ പ്രവർത്തന കേന്ദ്രമായി സ്വീകരിച്ച ഇടം ഏതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെ മൊത്തം അർത്ഥം മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്നവനായ എന്നാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്നവനായ. എന്താണ് ഇതിന്റെ പദാനുപദാർത്ഥം? ഒന്നാമത്തെ കലിമത്ത് അല്ലദീ എന്നതാണ്. അല്ലദീ എന്ന ഈ പദം നേരത്തെ അല്ലദീന, സിറാത്തല്ലദീന എന്ന അല്ലദീനയിൽ അതിന്റെ ഏകവചനമാണ് അല്ലദീ, അല്ലദീന ബഹുവചനമാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എങ്കിലും അർത്ഥം ഒന്നുകൂടി ആവർത്തിക്കാം. അല്ലദീ എന്ന് പറഞ്ഞാൽ അർത്ഥം ആരാണോ അവൻ, ഏതാണോ അത്. നേരത്തെ പറഞ്ഞതിനെ വിശദീകരിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പൊ അൽ വസ്വാസിൽ ഖന്നാസ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലദീ എങ്ങനെയുള്ളവൻ, ആരാണവൻ? യുവസ്വിസു, യുവസ്വിസു, വസ്വസ യുവസ്വിസു. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചു. വസ്വസ മാദിയായ ഫിഅലാണ്, യുവസ്വിസു മുളാരി. ദുർബോധനം ചെയ്തു എന്നാണ് വസ്വസയുടെ അർത്ഥം. യുവസ്വിസു എന്ന് പറയുമ്പോൾ ദുർബോധനം ചെയ്യുന്നു. അല്ലദീ യുവസ്വിസു എന്ന് ഒരുമിച്ച് പറയുമ്പോൾ ദുർബോധനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ദുർബോധനം ചെയ്യുന്നവനായ. എവിടെ? ഫീ സുദൂരിൻ നാസ്. ഫീ എന്നാൽ അർത്ഥം ഇൽ എന്നാണ്. ഇൽ. സുദൂർ മനസ്സുകൾ, ഹൃദയങ്ങൾ എന്നാണ് സുദൂർ എന്ന് പറയുമ്പോൾ അർത്ഥമാകുന്നത്. അത് ബഹുവചനമാണ്, ജംആണ്. അതിന്റെ ഏകവചനം സ്വദറി എന്നാണ്. സ്വദറിന്റെ ബഹുവചനം സുദൂർ. മനസ്സ്, മനസ്സുകൾ, ഹൃദയം, ഹൃദയങ്ങൾ. അപ്പൊ ഫീ സുദൂരിൻ നാസ്, അന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. അപ്പൊ ഫീ സുദൂരിൻ നാസ് ജനങ്ങളുടെ മനസ്സുകളിൽ, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ. അല്ലദീ യുവസ്വിസു ദുർബോധനം ചെയ്യുന്നവനായ. അല്ല വസ്വാസുൽ ഖന്നാസിനെ ഒന്നുകൂടി അള്ളാഹു വിശദീകരിക്കുകയാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ജനമനസ്സുകളിൽ ദുർബോധനം ചെയ്യുന്നവനായ. ഇതാണ് പൂർണ്ണമായ അർത്ഥം. ഇബ്ലീസിന്റെ മുഖ്യ പ്രവർത്തന കേന്ദ്രം അവിടെയാ. നമ്മുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങളുടെയും മനുഷ്യരുടെയും മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ ആണ് അവൻ തന്റെ പ്രവർത്തന കേന്ദ്രമായി സ്വീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇബ്ലീസ് അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ ആ ഭാഗത്തെ ഉന്നം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് സ്വദർ, മനസ്സ്, ഹൃദയം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വമൻ യുഅ്മിൻ ബില്ലാഹ് യഹ്ദി ഖൽബഹു. സൂറത്ത് തഗാബുനിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ ആരോ അവന്റെ മനസ്സിനെ അള്ളാഹു നേർവഴിയിലാക്കുന്നു. അപ്പൊ മനസ്സ് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഹൃദയം എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അവിടെ
നടക്കുന്ന ചലനങ്ങൾ, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. നന്മയുടെയും തിന്മയുടെയും വഴികളിലേക്ക് അവനെ നയിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സ്വലഹത് ഔ സലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് ശരിയായാൽ, നന്നായാൽ ആ ശരീരം മൊത്തം നന്നായി. അത് ചീത്തയായാലോ ശരീരം മുഴുവനും, ആ വ്യക്തി മുഴുവനും ചീത്തയായി. അതാണ് ഹൃദയം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇവിടെയാണ്, ഈ പ്രദേശത്താണ്, ഈ സ്ഥലത്താണ്, ഇവിടെയാണ് പിശാചി സ്വാധീനമുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളുടെ ചലനങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അള്ളാഹുവിന്റെ നോട്ടം. എന്ത് നടക്കുന്നു എന്നുള്ള നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രകടനാത്മകമായ പ്രവർത്തനങ്ങളല്ല അള്ളാഹുവിന് പ്രധാനം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, മറ്റൊരു റിപ്പോർട്ടിൽ ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും എന്ന് പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? റസൂലുള്ളാഹി പറയാണ്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ ശരീരാകൃത പ്രകൃതികളിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ സൗന്ദര്യങ്ങളിലേക്കോ അല്ല അള്ളാഹുവിന്റെ നോട്ടം. അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നത് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അവ നോക്കൂ, ഇവിടെ പ്രവാചകൻ വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളുടെ ചലനങ്ങളാണ് അള്ളാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാളെ സ്വാധീനിക്കുക എന്നാൽ അയാളുടെ മനസ്സ് കീഴ്പ്പെടുത്തുക എന്നാണ് അതിന്റെ അർത്ഥം. അയാളുടെ മനസ്സ് കീഴ്പ്പെടുത്തുക. ആയുധങ്ങൾ കൊണ്ടുള്ള കീഴ്പ്പെടുത്തലല്ല യഥാർത്ഥത്തിലുള്ള കീഴ്പ്പെടുത്തൽ. മനുഷ്യന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് മനസ്പരിവർത്തനത്തിലൂടെയുള്ള ഓരോ വിപ്ലവം എന്നതാണ് യഥാർത്ഥ വിപ്ലവം എന്ന് നാം മനസ്സിലാക്കേണ്ടത്. പിശാച് നമ്മുടെ മനസ്സിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനെ നാം കരുതിയിരിക്കേണ്ടതുണ്ട്. പല ദുശ്ചിന്തകളിലൂടെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. നമ്മുടെ മനസ്സിൽ ദുശ്ചിന്തകൾ വരുമ്പോഴൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ പിശാച് സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ മനസ്സിനെ സ്ഫുടീകരിക്കുവാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ത്വഹിർ ഖുലൂബനാ മിനൻ നിഫാഖ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവെ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ സകല മാലിന്യങ്ങളിൽ നിന്നും കാപട്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്തണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അങ്ങനെ അള്ളാഹുവിനോട് ആ അർത്ഥത്തിൽ ഹൃദയത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ അവന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്താൻ നാം പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.